ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വീട് പണിയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ നടത്തുകയാണെങ്കിൽ നമ്മൾ ഏത് ഷേപ്പിലുള്ള വീടാണ് പണിയേണ്ടത്, ഏറ്റവും എക്കണോമിക്കലാകാൻ, ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ പണിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഷേപ്പ് തിരഞ്ഞെടുക്കണം, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഷേപ്പ് റെക്റ്റാങ്കിൾ ആകാം, സ്ക്വയർ ആകാം. അപ്പോൾ ഏത് ഷേപ്പിൽ നമ്മൾ വീട് പണിതാലാണ് നമുക്ക് ഏറ്റവും ചെലവ് കുറവ് എന്നതാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. എക്സ്പെൻസ് വരുന്ന ആ പാർട്ട് എന്താണെങ്കിൽ അതിൻ്റെ ഭിത്തി പണിയുന്ന ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ആ കൺസ്ട്രക്ഷൻ്റെ എക്സ്പെൻസ് കൂടും. ഏരിയ നമ്മൾ സ്ഥിരമായി നിർത്തിയിട്ട് പല ഷേപ്പുകളും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഭിത്തി വ്യത്യാസം ചെയ്ത് ഷേപ്പ് മാറ്റുന്നു. അപ്പോൾ നമുക്ക് വേരിയേഷൻ വരുന്നത് ഈ ഭിത്തിയുടെ ലെങ്ത്തിൽ വരുന്ന മാറ്റം, അതാണ് എക്സ്പെൻസിൽ പ്രതിഫലിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മളൊരു ദീർഘചതുരാകൃതിയിലുള്ള ഒരു ഷേപ്പിലാണ് നമ്മളൊരു ഹോൾ പണിയുന്നതെന്ന് കരുതുക, റെക്റ്റാങ്കിൾ. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ നമ്മളിവിടെ വരച്ചു. അതിന്റെ ലെങ്ത് 45 ഫീറ്റ്, ബ്രെഡ്ത്ത് 20 ഫീറ്റ്. അപ്പൊ അതിന്റെ ഏരിയ 900 സ്ക്വയർ ഫീറ്റ്. 900 സ്ക്വയർ ഫീറ്റ് ഇതാണ് നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ നമുക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഈ ഭിത്തിയുടെ ലെങ്ത് ആണ്. ഈ ഏരിയ സെയിം ആയതുകൊണ്ട് അത് നമുക്ക് വാരി ചെയ്യുന്നില്ല. അപ്പോൾ ഈ ലെങ്ത് കൂടുമ്പോൾ നമുക്ക് എക്സ്പെൻസ് കൂടും, ലെങ്ത് കുറയുമ്പോൾ എക്സ്പെൻസ് കുറയും. പക്ഷെ ഏരിയ നമ്മൾ സ്ഥിരമാക്കി നിർത്തുന്നു. അപ്പോൾ ഇതിന്റെ ലെങ്ത്, അതായത് പെരിമീറ്റർ എന്താണ്? പെരിമീറ്റർ പെരിമീറ്റർ 2 × 20 + 45 ആണല്ലോ. ലെങ്ത് ബ്രെഡ്ത്ത് അതിന്റെ ഇരട്ടി 65. 2 × 65 130 ഫീറ്റ് വരും. ഇത്രയും ലെങ്ത്തിൽ നമ്മൾ അതിന്റെ ഭിത്തി കെട്ടണം. അപ്പോൾ ഇത് നമുക്ക് ഒരു ഫീറ്റിന് 10,000 രൂപ എക്സ്പെൻസ് വരും എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്കിത് 13 lakhs എക്സ്പെൻസ് വരും. അതാണ് ഒന്നാമത്തെ. ഇനി നമ്മൾ അതിന്റെ സ്ക്വയർ സമചതുരം പരിഗണിക്കാന്ന് കരുതുക. നമുക്ക് 900 സ്ക്വയർ ഫീറ്റ് തന്നെ ഏരിയ കിട്ടുന്ന പോലെ ഒരു സമചതുരം 900 സ്ക്വയർ ഫീറ്റ്. അപ്പോൾ നമുക്ക് 30 ലെങ്ത്തും 30 ബ്രെഡ്ത്തും കൊടുത്താൽ 900 സ്ക്വയർ ഫീറ്റ് വന്നു. രണ്ടാമത്തെ കേസ്. അത് നമുക്ക് ഇതിന്റെ പെരിമീറ്റർ കാണുമ്പോൾ പെരിമീറ്റർ എന്താ? 2 × 30 + 30 120 ഫീറ്റ് വരും. 120 × 10,000 12,000. റെക്ടാങ്കിൾ എടുത്തപ്പോൾ 900 സ്ക്വയർ ഫീറ്റിന് 13 lakhs വന്നു. സ്ക്വയർ എടുത്തപ്പോൾ 900 സ്ക്വയർ ഫീറ്റിന് 12 lakhs വന്നു. ഇനി ഏത് ഷേപ്പാണ് നമുക്ക് പരിഗണിക്കേണ്ടത്? നമുക്ക് ഒരു ട്രയാങ്കിൾ, സമഭുജ ത്രികോണം എടുക്കുകയാണെങ്കിൽ 900 വരുന്നുണ്ടെങ്കിൽ വരാൻ 60യും ഹൈറ്റ് 30 ഉള്ള ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഏരിയ ½ BH, ½ × B 60 × 30, that is 900 സ്ക്വയർ ഫീറ്റ്. 900 സ്ക്വയർ ഫീറ്റ് എടുത്തു. ഇതിന്റെ പെരിമീറ്റർ = 60 × 3, that is 180. എക്സ്പെൻസ് 180 × 10,000, that is 18 lakhs. 18 lakhs. അപ്പോൾ നമുക്ക് മനസ്സിലായി റെക്ടാങ്കിൾ ആയിരിക്കുമ്പോൾ 13 lakhs
സ്ക്വയർ ആയിരിക്കുമ്പോൾ 12 lakhs ട്രയാങ്കിൾ ആയിരിക്കുമ്പോൾ 18 lakhs ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഷേപ്പ് സ്ക്വയർ ആണ്. ഇനിയും ഇതിനേക്കാൾ എക്കണോമിക്കലായ ഷേപ്പ് വേറെ ഉണ്ടോ നമുക്ക് നോക്കാം. സർക്കിൾ. നമുക്ക് ഏരിയ 900 square feet കിട്ടണം. 900 square feet കിട്ടാൻ വേണ്ടിയിട്ട് പൈ ആർ സ്ക്വയർ 3.14 into 17 square approximately 907 വരും. അപ്പോൾ നമ്മൾ റേഡിയസ് 17 ഫീറ്റ് ഉള്ള ഒരു സർക്കിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏരിയ 900 square feet അപ്രോക്സിമേറ്റ് കിട്ടും. അപ്പോൾ അതിന്റെ പെരിമീറ്റർ 2πr. That is 2 into 3.14 into r 17. That is equal to 107. That is 10,70,000. അപ്പൊ നമുക്ക് മനസ്സിലായി സർക്കിൾ എന്നുള്ള ഷേപ്പിൽ നമ്മൾ ആ കൺസ്ട്രക്ട് ചെയ്താലാണ് ഏറ്റവും എക്കണോമിക്കലായിട്ട് നമുക്ക് ആ ബിൽഡിങ് പണിയാൻ സാധിക്കുക. പക്ഷെ അത് പ്രായോഗികമല്ലെങ്കിൽ പിന്നെ ഏറ്റവും നല്ല ഷേപ്പ് സ്ക്വയർ, എക്സാക്ട് സ്ക്വയർ. നമുക്ക് ഇത് ഈ എല്ലാ എക്സാമ്പിളിലും 900 square feet ഏരിയ ലഭിക്കുന്ന പോലെ നമ്മൾ പണിയുമ്പോൾ ഇതിന്റെ പെരിമീറ്റർ വാരി ചെയ്യും. ആ പെരിമീറ്റർ ഏറ്റവും കുറവ് വരുന്ന ഷേപ്പാണ് നമുക്ക് ഏറ്റവും എക്കണോമിക്കലായ ഷേപ്പ്. പ്രായോഗികമായിട്ട് നമുക്ക് സ്ക്വയർ തിരഞ്ഞെടുക്കാം. ഈ സർക്കിൾ ചെയ്യാൻ വിരോധമില്ലാത്തവർക്ക് സർക്കിൾ ചെയ്യാം. അതാണ് ഏറ്റവും ലീസ്റ്റ് റേറ്റ് വരുന്നത്. ഇതാണെങ്കിലും 12 lakhs വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഏത് ഷേപ്പിൽ, ഏത് ജാമിതീയ ഷേപ്പിൽ തിരഞ്ഞെടുത്താലാണ്, കൺസ്ട്രക്ട് ചെയ്താലാണ് നമുക്ക് ഏറ്റവും എക്കണോമിക്കലായിട്ട് ഒരു വീടോ അല്ലെങ്കിൽ ഒരു ഹോളോ പണിയാൻ സാധിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി മനസ്സിലായി എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.